ലെനോവോ ടാബ് K11 എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 18,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ടാബ്ലറ്റ് വരുന്നത്. ഇപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലെനോവോ ടാബ് K11 എന്നുള്ള ടാബിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 10.95 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. 2K റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. LCD ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. റെസൊല്യൂഷൻ വരുന്നത് 1200x1920 ആണ്. ഡിസ്പ്ലേയിൽ 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തരക്കേടില്ലാത്ത ഒരു റിഫ്രഷ് റേറ്റ് ആണ്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 400 നിറ്റ്സ് ആണ്. ഇപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഫോണുകളുടെ കാര്യത്തിലൊക്കെയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ടാബുകളുടെ കാര്യത്തിൽ ഈ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഓക്കെ ആണ് എന്നൊക്കെ പറയാവുന്നതാണ്. അപ്പോൾ തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്ന് പറയാം. പിന്നെ ഈ ഒരു ടാബിന്റെ വെയിറ്റ് വരുന്നത് 465 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 7.15 mm ആണ്. IP52 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു ടാബിൽ ലെനോവോ ടാബ് പെൻ പ്ലസിന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സ്റ്റൈലസ് പെന്നൊക്കെ ഇതിൽ ഉപയോഗിക്കാൻ കഴിയുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ടാബിന്റെ ലൂണ ഗ്രേ അതുപോലെ തന്നെ സീഫോം ഗ്രീൻ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മീഡിയാടെക്കിന്റെ ഹീലിയോ G88 എന്ന പ്രോസസറാണ് ഈ ടാബിൽ കൊടുത്തിരിക്കുന്നത്. 18,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ടാബ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര മികച്ചൊരു പ്രോസസറാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈവൻ ടാബുകളുടെ കാര്യത്തിൽ തന്നെ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്രോസസറുമായിട്ട് വരുന്ന ടാബുകളൊക്കെ വരുന്നുണ്ട്. അപ്പം പ്രോസസർ അത്ര മികച്ചതൊന്നുമില്ല. പിന്നെ ടാബിന്റെ ബേസ് വേരിയന്റിൽ തന്നെ 4GB റാമും 128GB ഇന്റേണലും വരുന്നുണ്ട്. അതുപോലെ തന്നെ 8GB റാമും 128GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR4Xന്റെ റാമും eMMC സ്റ്റോറേജ് ടൈപ്പാണ് ഇതിൽ വരുന്നത്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. ക്വാഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ടാബിൽ വരുന്നുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. ഡോൾബി അറ്റ്മോസിന്റെ സൗണ്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 3.5 mm ഓഡിയോ ജാക്ക് ഈ ടാബിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് 13 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഈ ടാബിൽ വരുന്നത്. 2 കൊല്ലത്തെ OS അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ഔട്ട് ഓഫ് ദി ബോക്സ് തന്നെ ആൻഡ്രോയിഡ് 14 സോഫ്റ്റ്വെയർ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ടാബിന്റെ പിന്നിൽ സിംഗിൾ ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത്. ടാബിന്റെ പിന്നിൽ 13 MP ക്യാമറ സെൻസർ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 8 MP സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ടാബുകളുടെ കാര്യത്തിൽ ഇത് തരക്കേടില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ ആണ് എന്നൊക്കെ പറയാവുന്നതാണ്. ടാബുകളുടെ കാര്യത്തിൽ ക്യാമറ എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ 7040 mAh ബാറ്ററിയാണ് വരുന്നത്. തരക്കേടില്ലാത്തൊരു ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയാം. ടാബുകളുടെ കാര്യത്തിൽ 15 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടാണ് വരുന്നത്. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ചാർജിങ് സ്പീഡ് കൊടുക്കായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ 10 വാട്ടിന്റെ ചാർജറേ ഫോണിന്റെ ബോക്സിൽ വരുന്നുള്ളൂ. അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ 15 വാട്ടിന്റെ ചാർജറെങ്കിലും അവർക്ക് കൊടുക്കായിരുന്നു. പിന്നെ Type-C ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഒരു ടാബ്ലറ്റ് വരുന്നത്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 4GB റാം വെർഷന്റെ വില വരുന്നത് 17,990 രൂപയാണ്. അതുപോലെ തന്നെ 8GB റാം വെർഷന്റെ വില വരുന്നത് 19,990 രൂപയാണ്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ടാബിൽ അത്ര മികച്ച ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല. ജസ്റ്റ് ആവറേജ് ആയിട്ടുള്ള ഒരു ടാബ് മാത്രമാണ്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ റിയൽമിയുടെ അതുപോലെ തന്നെ റെഡ്മിയുടെ ഒക്കെ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ടാബുകൾ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എന്നല്ല, ഇതിനേക്കാൾ കുറച്ചും കൂടി കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ തന്നെ ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ടാബുകൾ വരുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര മികച്ചൊരു ടാബ്ലറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്തായാലും ലെനോവോ ടാബ് K11 എന്നുള്ള ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.